നമസ്കാരം. ഒരുപാട് എന്താ പറയുക, പത്രങ്ങളോ ചാനലുകളോ കൊട്ടിഘോഷിക്കാത്ത, സിനിമയുടെ പളപളപ്പിൽ ജീവിക്കാതെ മണ്ണിൽ ചവിട്ടി നിന്ന 100% കലർപ്പില്ലാത്തൊരു കലാകാരിയെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. അത് മറ്റാരുമല്ല, അടൂർ ഭവാനി. മലയാള സിനിമയുടെ യശസ് ലോകത്തോളം ഉയർത്തിയ ആദ്യ സിനിമയാണല്ലോ രാമു കാര്യാട്ടിൻ്റെ ചെമ്മീൻ. ഈ സിനിമ പിന്നീട് നമ്മൾ അറിയുന്ന തലത്തിൽ ശ്രദ്ധേയമാകുമെന്ന് രാമു കാര്യാട്ടോ അതിൻ്റെ നിർമ്മാതാവായ കൺമണി ബാബുവോ സ്വപ്നത്തിൽ ചിന്തിച്ചിരിക്കാൻ വഴിയില്ല. ആ ലെവലിലേക്ക് ചെമ്മീൻ വളർന്നു. ചെമ്മീൻ സിനിമ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് പറയാൻ എനിക്കാവില്ല. ഞാൻ അത്രയും പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇപ്പോഴും വന്നാൽ ഞാൻ കണ്ടോണ്ടിരിക്കും. തകഴിയുടെ ചെമ്മീനും നിരവധി തവണ വായിച്ചു തീർത്തവനാണ് ഞാൻ. പുസ്തകത്തിൽ പരീക്കുട്ടിയും കറുത്തമ്മയും നമ്മുടെ മനസ്സിനെ വല്ലാതെ നോവിച്ചു. പഴനി എന്ന മൊശടനായ ഹതഭാഗ്യനോട് സങ്കടവും തോന്നും. പഞ്ചമിയും ചേച്ചിയുടെ കുഞ്ഞും എന്താവുമെന്നും നമ്മൾ ചിന്തിക്കും പുസ്തകം വായിക്കുമ്പോൾ. ചെമ്പൻ കുഞ്ഞിനെ പോലെ വിചിത്ര സ്വഭാവക്കാരനായ എത്രയോ മനുഷ്യരെ പല രൂപത്തിലും പല ഭാവത്തിലും ജീവിതയാത്രയിൽ നമ്മൾ കണ്ടുമുട്ടും. എന്നാൽ സിനിമ കാണുമ്പോഴോ സത്യസന്ധനല്ലാത്ത മൊശടൻ സ്വഭാവക്കാരനായ ചെമ്പകുഞ്ഞിനെ സഹിക്കേണ്ടി വരുന്ന മകളൊരു മരയ്ക്കാൻ്റെ മനസ്സിൽ കുടിവെച്ചത് കാണേണ്ടി വരുമ്പോൾ എന്താ പറയുക, ഉള്ളുലയ്ക്കുന്ന ഭാവഗരിമ കാട്ടി നമ്മളെ വേദനിപ്പിച്ച കഥാപാത്രമായിരുന്നു ചക്കി മരയ്ക്കാത്തി. പഴനിയുടെയും പരീക്കുട്ടിയുടെയും ചെമ്പൻകുഞ്ഞിൻ്റെയും കറുത്തമ്മയുടെയും പഞ്ചമിയുടെയും ഇടയിൽപ്പെട്ട് ഉഴലുന്ന ചക്കിപ്പെണ്ണ് വേദനിപ്പിക്കുന്ന ഒരു മുഖമായിരുന്നു. ചെമ്മീന് മുമ്പ് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ വന്നിരുന്നെങ്കിൽ ഉറപ്പായും 1965 മികച്ച സ്വഭാവ നടി കണ്ണുമടച്ചുകൊണ്ട് ഭവാനിയമ്മയ്ക്ക് നൽകിയെന്നെ. എന്നെ ചെമ്മീനിൽ അഭിനയിച്ചവരിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ചവർ ആരൊക്കെ എന്ന് ചോദിച്ചാൽ അതിൽ ചക്കി മരക്കാത്തിയും നല്ല പെണ്ണും പെടും. നല്ല പെണ്ണ് അടൂർ പങ്കജമാണ് ചെയ്തത്, ഭവാനിയമ്മയുടെ അനിയത്തി. ഇവരാരെന്ന് പുതിയ തലമുറയ്ക്ക് അറിയണമെന്നില്ല. അടൂർ ഭവാനിയും അടൂർ പങ്കജവുമായിരുന്നു അവർ സഹോദരിമാർ. സ്വന്തം കാര്യം നേടാനായി ഏതറ്റം വരെ പോകാനും കാര്യം നേടിക്കഴിഞ്ഞാൽ സഹായിച്ചവരെ പോലും തഴയാനും ഒരു മടിയുമില്ലാത്ത ചെമ്പൻ കുഞ്ഞ്. അയാളിറക്കിയ വള്ളം നിറയെ മീൻ കിട്ടിയപ്പോൾ സഹായിച്ചവനെ മറന്നു എന്ന് മാത്രമല്ല, അതിൽ നിന്ന് ഒരു നല്ല മീനെടുത്ത ഭാര്യയെ തല്ലി ഓടിക്കുക വരെ ചെയ്യുന്ന ബോറനാണ് ചെമ്പൻ കുഞ്ഞ്. കാരണം പൈസ എന്നുള്ള ഒരൊറ്റ ചിന്ത അയക്കുള്ളൂ. വീട്ടിൽ കറി വെച്ചാൽ ഇയാൾക്ക് കഴിക്കാനാണ്. പക്ഷേ ഭാര്യ വള്ളത്തിൽ നിന്നൊരു മീൻ എടുക്കാൻ പോകുമ്പം ആ ഒറ്റ അടി വെച്ച് കൊടുക്കുകയാണ് പോന്ന് പറഞ്ഞിട്ട്. അത്രയും ആർത്തി പണ്ടാരമാണ് ചെമ്പൻകുഞ്ഞ്. വള്ളം ഇറക്കാനായി കാശ് കൊടുത്ത യുവാവിനെ നിഷ്കരണം തള്ളിക്കളയാനോ, ചോരത്തിളപ്പുള്ള ഒരു ചെക്കനെ കടലിൽ വെച്ച് കണ്ടപ്പോൾ അവന് തൻ്റെ സുന്ദരിയായ മകളെ അവളുടെ അനുവാദമില്ലാതെ പിടിച്ചു കൊടുക്കാനോ മടിയില്ലാത്തവനായിരുന്നു ചെമ്പൻകുഞ്ഞ്. ഇത്തരം ഒരാളുടെ ഭാര്യയായി ജീവിക്കേണ്ടി വന്ന ഹതഭാഗ്യയായ ചക്കിയെ തിയേറ്ററിൽ വിട്ടാലും എന്നല്ല, ചെമ്മീനെ പറ്റി എപ്പോഴെങ്കിലും ഓർത്താലും ഇന്നും ഒരു നോവായി മാത്രമേ നമുക്ക് കാണാനാവൂ. തനിക്ക് കിട്ടിയ ഓരോ വേഷത്തിലും, അത് ചെറുതാവട്ടെ വലുതാവട്ടെ, നെഗറ്റീവ് വേഷമോ പോസിറ്റീവ് വേഷമോ ആയാലും തൻ്റെ പ്രസൻസ് പ്രേക്ഷക മനസ്സിൽ ഇടം പിടിക്കും വിധം ചെയ്തു ഫലിപ്പിക്കാൻ കഴിഞ്ഞ ചുരുക്കം അഭിനേത്രികളിൽ ഒരാളായിരുന്നു അടൂർ ഭവാനി. അവർ അർഹിക്കും വിധം നമ്മളവരെ അംഗീകരിച്ചോ പ്രോത്സാഹിപ്പിച്ചോ എന്നത് മറ്റൊരു കാര്യം. അക്കാര്യമൊന്നും അടൂർ ഭവാനി ചിന്തിച്ചതേയില്ല. തൻ്റെ പൊട്ടൻ ചെറുക്കനൊരു ജോലി തരപ്പെടുത്താൻ മാധവൻകുട്ടിയെ തിരക്കി വന്നതാണ് ആ തള്ള. വഴി കണ്ട കുരുത്തം കെട്ട പിള്ളേർ അവരോട് പറഞ്ഞു കൊടുത്തു. ആ പിള്ളേരെ കണ്ടപ്പോൾ അവർ ചോദിച്ചു, ഈ മാധവൻകുട്ടിയുടെ വീട് എവിടെയാണ്? വഴി പറഞ്ഞു കൊടുത്ത കൂട്ടത്തിൽ ഇങ്ങനെ മാധവൻകുട്ടി എന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റില്ല. ഹിറ്റ്ലർ മാധവൻകുട്ടിയെ അറിയാമോ എന്ന് ചോദിക്കണം എന്ന് പറഞ്ഞു കൊടുത്തു.
അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ നിങ്ങളുടെ മകന് ഉറപ്പായിട്ട് ജോലി കിട്ടും. ഹിറ്റ്ലർ മാധവൻകുട്ടിയുടെ വീട് അല്ലെങ്കിൽ ഹിറ്റ്ലർ മാധവൻകുട്ടിയാണോ എന്നേ ചോദിക്കാവൂ എന്ന് പറഞ്ഞു കൊടുത്തു. ചെറുക്കൻ ഹിറ്റ്ലറുടെ മുന്നിൽ എത്തിയപ്പോൾ ഹിറ്റ്ലർ മാധവൻകുട്ടി എന്ന് തന്നെ ചോദിച്ചു. ഒറ്റ അടിയിൽ മാധവൻകുട്ടി ആ പൊട്ട ചെറുക്കനെ തള്ളിയിട്ടു. ഇത് കണ്ട ചെക്കൻ്റെ തള്ള തല്ലിയവനെയും പറഞ്ഞ് പറ്റിച്ചവരെയും എന്തൊക്കെയോ പറഞ്ഞ് ശപിക്കുന്ന സീന് ഹിറ്റ്ലർ എന്ന പടത്തിലുണ്ട്. ഭവാനിയമ്മയാണ് ആ അമ്മ. മകനായിട്ട് അഭിനയിച്ചത് സൈനുദ്ദീൻ. കഥയിൽ ഒരാവശ്യവുമില്ലാത്ത 2 കഥാപാത്രങ്ങളായിരുന്നു ഈ വന്ന അമ്മയുമായിരുന്നു. ഹിറ്റ്ലർ കണ്ടിട്ടുള്ളവരാരും മറക്കാത്ത വേഷമായി ആ തള്ളയുടെ പ്രകടനം. അടൂർ ഭവാനിയുടെ അഭിനയമാണ് ആ കഥാപാത്രത്തിൻ്റെ വിജയം. അടൂർ ഭവാനിയെ വേണ്ട വിധം മലയാളി ചർച്ച ചെയ്തിട്ടുണ്ടോ? അവർ അർഹിക്കുന്ന വിധം എഴുതി കണ്ടിട്ടുണ്ടോ? ഇവിടെ താരങ്ങളെ എന്താ പറയുക, സ്തുതിക്കുന്നവരാണല്ലോ. സ്തുതിക്കുന്നതിൽ മാത്രമാണ്, അതൊരു മാമൂല് പോലെ നടത്തുന്നവരാണല്ലോ ഇവിടെ ഉള്ളത്. അടൂർ ഭവാനിയെ പോലെ ഫിലോമിനെ പോലുള്ളവരൊന്നും ഇവിടെ ആവശ്യമില്ലല്ലോ. അടൂർ ഭവാനിയെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് ദീപ്തമായ ഓർമ്മകളാണ്. ഭവാനിയമ്മയോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള 2 സെറ്റുകളിലും അവർക്ക് ചട്ടയും മുണ്ടും കൊന്തയും ഒക്കെ ആയിരുന്നു വേഷം. 2ലും ക്രിസ്ത്യാനിയാണ്. ഡയലോഗ് മാത്രം നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി, വിശദീകരണം ഒന്നും വേണ്ട. സഹായിയായി ഒരു നല്ല യുവനടിയാകാൻ ശേഷിയുള്ള സൗന്ദര്യമുള്ള ഒരു പെങ്കൊച്ചിനെയും കൊണ്ടാണ് ഭവാനിയമ്മ സെറ്റിൽ വരാറ്. ബെറ്റ് എഴിച്ചു കൊടുക്കണം, ഇടയ്ക്കിടെ ചായ കൊണ്ട് കൊടുക്കണം, ഇതൊക്കെ ആയിരുന്നു ജോലി. പുറപ്പാടിൽ കുഞ്ചൻ്റെയും മോഹപക്ഷികൾ എന്ന് പറഞ്ഞ മനോരമ നിർമ്മിച്ച സീരിയലിൽ നമ്മുടെ സായികുമാറിൻ്റെയും അമ്മയായിരുന്നു ഭവാനി ചേച്ചി. എന്നെ അമ്പരിപ്പിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സെറ്റിൽ കളർഫുള്ളൊന്നും അല്ലാത്ത സാരി എടുത്ത് വരുന്ന എല്ലാവരെയും നോക്കി തൊഴുതുകൊണ്ട് കയറിപ്പോയി മേക്കപ്പിടും, അഭിനയിക്കും. രാത്രി അവരുടെ റൂമിൽ പോയാൽ മറ്റൊരു മുഖമാണ്. നൈറ്റിയും ചുരിദാറും ഒക്കെ ഇട്ട ഭവാനി ചേച്ചി. നാളത്തെ സീൻ വായിക്കാനോ ഷൂട്ടിംഗ് സമയം പറയാനോ പോകുമ്പോൾ കണ്ട കാഴ്ചകളാണ്, ഞാൻ കണ്ട കാഴ്ചകളാണ് അതൊക്കെ. നൈറ്റിയൊക്കെ ഇട്ട് അല്ലെങ്കിൽ ചുരിദാറൊക്കെ ഇട്ടിരിക്കുന്ന ഭവാനിയമ്മ രാവിലെ വീണ്ടും പഴയ ചട്ടയും മുണ്ടും ഇടുമ്പോൾ കാറിൽ നിന്ന് ഇളം കളർ സാരി ഉടുത്ത് വരുമ്പോൾ മറ്റൊരാളായി നമുക്ക് തോന്നും. കൗതുകം ജനിപ്പിച്ച കാഴ്ചയായിരുന്നു എനിക്കത്. ഷൂട്ടിങ്ങിനായി ഹോട്ടലിലേക്ക് വരുന്നത് ഒരു ബെൻസ് കാറിലാണ് എന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കും എന്നെനിക്കറിയില്ല. ഭവാനിയമ്മ ബെൻസ് കാറിലാണ് സെറ്റിൽ വരുന്നതെന്ന് അതിശയോക്തിയോടെ അല്ലെങ്കിൽ അതിശയത്തോടെ ഞാൻ പറയുമ്പോൾ അർത്ഥഗർഭമായ ഒരു ചിരി ചിരിക്കും ജേസി സാർ. ജേസിന്ന് നീട്ടി വിളിക്കുമ്പോൾ നാടകകാലത്തെ ഒരു സ്നേഹം ആ വിളിയിൽ നിന്ന് കേൾക്കാനാവും. പുറപ്പാടിൻ്റെ സെറ്റ് തിരുവല്ലത്ത് ചിത്രാഞ്ജലിയിൽ ഉരുൾപൊട്ടുന്ന സീനുകളാണ് എടുക്കുന്നത്. ബാക്കിയെല്ലാം ഞങ്ങൾ മൂലമറ്റത്താണല്ലോ ഷൂട്ട് ചെയ്തത്. രാജീവഞ്ചൽ വലിയ വാട്ടർ ടാങ്ക് ഉണ്ടാക്കി അതിൽ കരവനയാറ്റിൽ നിന്നും ഫയർഫോഴ്സിൻ്റെ വണ്ടികൾ പലവട്ടമായി കൊണ്ട് നിറച്ച വെള്ളം ഇങ്ങനെ വലിയ കുളം പോലെ കെട്ടിയിട്ടിട്ടുണ്ട്. ആ കുളത്തിൽ നിന്ന് ഫയർ എഞ്ചിൻ വെച്ച് മഴയുണ്ടാക്കും, കൃത്രിമ മഴയുണ്ടാക്കും. അതിലാണ് ചിത്രീകരണം. പകൽ ഷൂട്ടിംഗ് ഇല്ല. സന്ധ്യയ്ക്ക് തുടങ്ങിയാൽ രാവിലെ വരെ ചിത്രീകരിക്കും. നേരം പുലരുന്നവരെയും ഷൂട്ടിംഗ് ആയിരിക്കും. തുകൃഷി, ജോസ് പ്രകാശ്, ബഹദൂർ, ബാലങ്കൻ നായർ, ശ്രീരാമൻ, ജഗതി തുടങ്ങി മമ്മൂട്ടി, സായികുമാർ, വിജയരാഘവൻ, ഗണേശൻ തുടങ്ങി ബേബി അമ്പിളി വരെയുള്ള താരങ്ങളുണ്ട്. പാർവതിയുണ്ട്, സിത്താരയുണ്ട്, കവിർവന്നമ്മയുണ്ട്. ഇതിനധികം ആ പടത്തിൽ അഭിനയിച്ച സുമലത മാത്രം ഇല്ല. 10-600 ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉണ്ട്. ആടുമാടുകളുണ്ട്, കോഴി അടക്കമുള്ള പക്ഷികളുണ്ട്. ഇതിനിടയിലാണ് ഉരുൾപൊട്ടലിൻ്റെ ചിത്രീകരണം. രാത്രി ഒരു 10-12 മണി കഴിയുമ്പോൾ സഹിക്കാനാവാത്ത തണുപ്പും ദേഹം തുളയ്ക്കുന്ന കാറ്റുമാണ്. തിരുവല്ലത്ത് കുന്നിന് മുകളിലാണല്ലോ. സീനിയറായ താരങ്ങളുടെ എല്ലാം കയ്യിൽ ഓരോ സ്റ്റീൽ ഗ്ലാസ് എത്തും. കന്നി അയ്യപ്പനായതിനാൽ ഞാൻ കരുതിയത് അത് ബ്ലാക്ക് ടീ ആണെന്നാണ്, തേയില ഉള്ളതെന്നാണ് ഞാൻ വിചാരിച്ചത്. ചൂട് തേയിലുള്ള അല്ലെങ്കിൽ ചൂട് കാപ്പി എന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാനടക്കം ബ്ലാക്ക് ടീ കുടിച്ചിട്ടും വിറയ്ക്കുന്നു. എന്നാൽ 70-80 ആയവർ പയറ് പോലെ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നു, തമാശകൾ പറയുന്നു, പൊട്ടിച്ചിരിക്കുന്നു. എനിക്കത് കണ്ടപ്പോൾ അതിശയം തോന്നി. നമ്മളൊക്കെ ചെറുപ്രായമല്ലേ,
നമ്മൾ ബ്ലാക്ക് ടീ കുടിച്ചിട്ടും കൈയൊക്കെ വിറയ്ക്കുന്നു, കാലുമൊക്കെ വിറയ്ക്കുന്നു, ഒരു അസ്വസ്ഥതയാണ്. പക്ഷെ നോക്കുമ്പോൾ ജോസ് പ്രകാശും ബാലങ്കൻ നായരും തെക്കുറിശിയും ഒക്കെ പൊട്ടി പൊട്ടി ചിരിച്ച്, ബഹദൂറും ഒക്കെ പൊട്ടി പൊട്ടി ചിരിച്ചുകൊണ്ടാണ് അഭിനയിക്കുന്നത്. ഒരു നാൾ വെളുപ്പിന് ഫിലോമിന ചേച്ചി ദയനീയമായി ഉറക്കെ പറഞ്ഞു, ജേസിയെ നിൽക്കാൻ പറ്റുന്നില്ല, ഒരു ബ്ലാക്ക് ടീ കൂടി തരാൻ പറയും എന്ന് പറഞ്ഞു. സാറിനോട് പറഞ്ഞു, സാറ് പറഞ്ഞാലേ കൊടുക്കൂ, ബ്ലാക്ക് ടീ കൊടുക്കാം ഒരു ഗ്ലാസ്. അപ്പോൾ KR ഷൺമുഖമാണ് സിനിമയുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്. ഷമ്മോണിൻ്റെ സെറ്റിലെല്ലാം ഒരു തുളസിയുണ്ട് അക്കാലത്ത്. എന്തിനും ഏതിനും തുളസിയെയാണ് ജേസി സാർ ആശ്രയിക്കാറ്. സാറ് നീട്ടി വിളിച്ചു, തുളസിയേ എന്ന് വിളിച്ചു. സാർ എന്ന് പറഞ്ഞ് ഓടി വന്നു. ഫിലോമിനയ്ക്കും ഭവാനിയമ്മയ്ക്കും ഓരോ ഗ്ലാസ് ബ്ലാക്ക് ടീ കൊടുക്കുക. ബ്ലാക്ക് ടീ എടുക്കാൻ തുളസി ഓടിപ്പോയി. ഇരുവർക്കും ഓരോ ഗ്ലാസ് എത്തിച്ചു. ഭവാനിയമ്മ അതിൻ്റെ ചൂടൊന്നും നോക്കാതെ ഒറ്റ വലിക്ക് ബ്ലാക്ക് ടീ വലിച്ച് കുടിച്ചു. ചട്ടയും മുണ്ടും ഒക്കെ പലവട്ടം ഫയർഫോഴ്സ് അടിച്ച ഐസ് പോലുള്ള വെള്ളം വീണ് കിടുകിടെ വിറച്ച് നിൽക്കുന്നതിനാലാകണം ചൂട് പോലും നോക്കാതെയാണ് അവർ മൊത്തി കുടിച്ചത്. അങ്ങനെയാണ് ഈ മരമണ്ടനായി ഞാൻ കരുതിയത്. പക്ഷേ ആ രഹസ്യം ഫിലോമിന ചേച്ചി പൊളിച്ചു കളഞ്ഞു. ഒരു ഇറക്ക് കുടിച്ച ചേച്ചി പാവയ്ക്ക ജ്യൂസ് കുടിച്ച ആക്ഷനിൽ ഒരൊറ്റ തുപ്പ് തുപ്പി.